എടാ ഞാനതേ ഒന്ന് ചോദിച്ചിട്ട് പറയാവേ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. അവനേട്ടാ, ആപ്പിൾ സ്റ്റോർ ജോലി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ആപ്പിൾ സ്റ്റോർ ജോലി കിട്ടാൻ വളരെ സിമ്പിളാണ്. ആർക്കാണ് നിനക്കാണോ? അല്ല, എനിക്ക് കൂട്ടുകാരനാ. കോമൺ ആയിട്ട് എങ്ങനെയാണ്? കോമൺ ആയിട്ട് ആപ്പിളിൻ്റെ റീറ്റെയിൽ സ്റ്റോർ ജോലി കിട്ടാൻ വേണ്ടി 6 വേക്കൻസികളാണ് ഉള്ളത്. ഒന്നാമത്തെ വേക്കൻസി പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ്, രണ്ടാമത്തെ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ്, പിന്നെ ബിസിനസ് എക്സ്പേർട്ട്, പിന്നെ നമ്മുടെ ക്രിയേറ്റീവ്, ജീനിയസ്, മാനേജർ, ഇങ്ങനെ 6 പൊസിഷൻസിലുള്ള വേക്കൻസിയാണ്. ഓരോന്ന് പറഞ്ഞുതരാം. 3 കാറ്റഗറിയിലാണ് ആപ്പിൾ സ്റ്റോറിൽ വേക്കൻസി ഉള്ളത്. 1 സെയിൽസിൽ, 2 സപ്പോർട്ടിൽ, 3 ലീഡർഷിപ്പ് ക്വാളിറ്റി, ആ ഒരു കാറ്റഗറിയിൽ. ഇപ്പോൾ സെയിൽസിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് 2-3 കാറ്റഗറി അതിനകത്തുണ്ട്. സെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് കയറാൻ പറ്റും. അതുപോലെ തന്നെ ബിസിനസ് എക്സ്പേർട്ട് ആയിട്ട് കയറാൻ പറ്റും. ഇതൊക്കെ കൗണ്ടർ സെയിൽസ് ആണ്. നിങ്ങൾക്ക് കൗണ്ടർ സെയിൽസ് ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോറിനകത്ത് കസ്റ്റമർ ഇൻട്രാക്ഷൻ ഒക്കെ വെച്ച് ബിസിനസ് നടത്താൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ടെക്നിക്കലി നിങ്ങൾ മൈൻഡ് അടിപൊളിയാണ്, നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാനൊക്കെ അറിയാം, അത്യാവശ്യം ട്രബിൾ ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടും കയറാം, അതുപോലെ തന്നെ ജീനിയസ് ആയിട്ടും കയറാം. ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റിന് കൂടുതൽ വലിയ ഹാർഡ്വെയർ എന്ന് പറഞ്ഞിരിക്കേണ്ട, അത്യാവശ്യം ട്രബിൾ ഷൂട്ട് ചെയ്യാനും ടെക്നോളജിയൊക്കെ പിന്നെ ആപ്പിൾ പ്രൊഡക്ട്സിനും എല്ലാം ഒന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് ചിപ്പ് ലെവൽ, ഹാർഡ്വെയർ സർവീസിങ്, ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീനിയസിൽ അപ്ലൈ ചെയ്യാം. ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് കുറച്ചുകൂടി ആപ്പിളുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമല്ല, പക്ഷേ നിങ്ങൾക്ക് നല്ലപോലെ ആൾക്കാരെ പഠിപ്പിക്കാൻ അറിയാം, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ഐഡിയ ഷെയർ ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവിൽ അപ്ലൈ ചെയ്യാം. സ്ലൈഡ് ഷോ കാണിക്കാനും പ്രൊഡക്റ്റ് പ്രസൻറ്റേഷനൊക്കെ നടത്താനും നിങ്ങൾക്ക് നന്നായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ കയറുക. ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്ത് നേരെ ഇന്ത്യൻ വെബ്സൈറ്റിലോട്ട് കയറുക. അത് കഴിയുമ്പോൾ ഏറ്റവും താഴെ കരിയർ ഓപ്പർച്യൂണിറ്റി കാണും. കരിയർ ഓപ്പർച്യൂണിറ്റി എടുത്ത് കാണുന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഇപ്പോഴാണെങ്കിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ, ഓപ്പണായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, സെയിൽസ്, സപ്പോർട്ട്, ലീഡർഷിപ്പ്, ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് ജോലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ സെയിൽസ് റോൾസും നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാം. സ്പെഷ്യലിസ്റ്റ് വേണമെങ്കിൽ സ്പെഷ്യലിസ്റ്റ്, ഫൈൻഡ് അവൈലബിൾ സ്പെഷ്യലിസ്റ്റ് റോൾസ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഇതുണ്ടോ, ഇന്ത്യയിൽ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോറിലോട്ട് വേരിയസ് ലൊക്കേഷൻസിൽ അവൈലബിൾ ആണ്. കാരണം ആപ്പിൾ സ്റ്റോറിൽ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യം ആപ്പിളിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ, എന്നാൽ നിങ്ങളുടെ ഐഡിയാസിന്, നിങ്ങളുടെ മൈൻഡ് സെറ്റിന് പറ്റുന്ന ജോബ് റോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനുവേണ്ടി മാത്രമുള്ള റോൾസ് നോക്കി ഓപ്പണിംഗ് നോക്കുക. ഇപ്പോഴാണെങ്കിൽ ആപ്പിൾ സ്റ്റോർ മുംബൈയിലും ഡൽഹിയിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെയൊക്കെ വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കുക. അവിടെ പോയി ചോദിക്കുന്നത് ഭയങ്കര ടഫാ, അങ്ങനൊന്നും സംഭവമൊന്നുമില്ല. നിങ്ങൾ ആരാണെന്ന് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി. നിങ്ങൾ മൈൻഡ് ടെക്നിക്കലി നിങ്ങൾ സെറ്റാണ്, ആപ്പിളിൻ്റെ നിങ്ങൾ ബിഗ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ മാത്രം മതി. ഒരു 3-4 റൗണ്ട് കൊണ്ട് തന്നെ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആകും. പിന്നെ അവർക്ക് നിങ്ങൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്തിന് ആപ്പിൾ ചൂസ് ചെയ്തു അത് നിങ്ങൾ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൾ വെച്ച് കാണാം.